സൺ നെക്സ്റ്റ് ആപ്പിലൂടെ നിങ്ങളുടെ ഇഷ്ടപരമ്പരകൾ സംപ്രേക്ഷണ ശേഷം തികച്ചും സൗജന്യമായി കാണൂ. ഉടൻ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റോഷൻ ഒരു നല്ല ജീവിതം വേണമെന്നേ അവർ ആഗ്രഹിച്ചിട്ടുള്ളൂ. എന്തെങ്കിലും സത്യമല്ലാതെ അവരങ്ങനെ പറയില്ല. ഇതിലെന്തെങ്കിലും സത്യമുണ്ടോ മക്കളെ? എനിക്കിത് വിശ്വസിക്കാനേ പറ്റുന്നില്ല. എന്താ നിങ്ങൾ രണ്ടുപേരും ഒന്നും മിണ്ടാത്തത്? സത്യം ഉണ്ടെങ്കിലല്ലേ മിണ്ടേണ്ടത്. സത്യമില്ലെങ്കിൽ ഇവരെന്തിനാ അങ്ങനെ പറയണം? ഉത്തരം ലളിതം. സുവർണിനി ഇളയമ്മയുടെ വാഗ്ദാനം നിങ്ങളൊക്കെ മറന്നോ? റോഷന് കുട്ടികൾ ഉണ്ടാവില്ല എന്ന വിശ്വാസത്തിലായിരുന്നു ആദ്യം ഇവരൊക്കെ. ഇപ്പൊ മെഡിസിൻ കഴിക്കുന്നുണ്ട്. എന്തായാലും റിസൾട്ട് ഉണ്ടാവുമല്ലോ. ഇത്രയൊക്കെ ആയിട്ടും ഇവർക്ക് കുട്ടികൾ ഉണ്ടായിട്ടില്ല. റോഷൻ മാലയൂരി സാധാരണ ജീവിതത്തിലേക്ക് വന്ന സ്വപ്ന പ്രഗ്നന്റ് ആവുമെന്ന് ഇവര് ഭയക്കുന്നു. ഇളയമ്മയുടെ സ്വത്തുവകകൾ സ്വപ്നയുടെയും റോഷന്റെയും കുഞ്ഞിന് ലഭിക്കും. അങ്ങനെ സംഭവിക്കാതിരിക്കാനായി റോഷനെയും സ്വപ്നയെയും തെറ്റിക്കണം. അതിനാ ഈ നുണക്കഥ മെനഞ്ഞു പറഞ്ഞത്. അതെ, എന്നോടിത് പറഞ്ഞിരുന്നു. ചിന്നു എന്റെ കുട്ടിയാണെന്ന് ഞാൻ കഥയുണ്ടാക്കി റോഷന്റെ അടുത്ത് പറയും. ഞാൻ എന്ത് പറഞ്ഞാലും റോഷൻ അത് വിശ്വസിക്കും. ഒക്കെ പറയുന്നതോടെ റോഷൻ എന്നെ ഉപേക്ഷിക്കുമെന്ന്. റോഷൻ, ഇവര് പറയുന്നത് നീ വിശ്വസിക്കരുത്. ചതിക്ക ഇവർ നിന്നെ. ഇവര് കള്ളം പറയോ? അത് വിശ്വസിച്ച് റോഷൻ എന്നെ വെറുക്കരുത്, എന്നെ ഉപേക്ഷിക്കരുത്. എനിക്ക് റോഷനില്ലാതെ ജീവിക്കാൻ വയ്യ. രാഹുൽ, കീർത്തി, ചിന്നു സ്വപ്നയുടെ മകളാണെന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? നിങ്ങളെ കയ്യിൽ വല്ല തെളിവുണ്ടോ? ഉണ്ടെങ്കിൽ അത് പറ. പറയും മക്കളെ. ഏട്ടാ, ചിന്നു സ്വപ്നയുടെ മകളാണെന്ന് ഞങ്ങൾ ഏട്ടനോട് പറഞ്ഞോ? പറയൂ റോഷൻ സാർ, ഞങ്ങൾ അങ്ങനെ പറഞ്ഞിരുന്നോ? നിങ്ങൾ പറയില്ലല്ലോ. നിങ്ങളും സ്വപ്ന കളിക്കുന്ന നാടകത്തിന്റെ ഭാഗമല്ലേ? എല്ലാവരും കൂടെ ചേർന്ന് എന്നെ ചതിക്കായിരുന്നില്ലേ? മണ്ടനാക്കുമായിരുന്നില്ലേ? ഞാൻ ചതിക്കപ്പെടുകയാണെന്നുള്ളത് ഈ വീട്ടിൽ വെച്ച് തന്നെയാ ഞാൻ മനസ്സിലാക്കിയത്. ചിന്നു സ്വപ്നയുടെ മകളാണെന്ന് എന്നോട് മറ്റാരും പറഞ്ഞതല്ല. അമ്മയുടെയും മകളുടെയും സംസാരത്തിൽ നിന്ന് തന്നെയാണ് ഞാനത് മനസ്സിലാക്കിയത്. എല്ലാവരും കൂടെ ചേർന്ന് എന്നെ വിഡ്ഢിയാക്കുമ്പോ ദൈവത്തിന് എന്നോട് സഹതാപം തോന്നി. അതുകൊണ്ടാണല്ലോ ഇവരുടെ സംസാരം കേൾക്കാൻ ഇടയായത്. കൃത്യസമയത്ത് എന്നെ അവിടെ എത്തിച്ചത്. ചിന്നു വേണ്ട, വിട്. ചിന്നു വിടാൻ വേണ്ട. വാ 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 വാ. അമ്മേ, ഞാൻ പറ്റിച്ചേ. പറ്റിച്ചേ. എവിടെ പറ്റിച്ചു? നീ കണ്ണ് പൊത്തിയപ്പോ തന്നെ ഞാൻ പറഞ്ഞില്ലേ ചിന്നു വീടെന്ന്. ഞാൻ മറ്റാരുടെങ്കിലും പേര് പറഞ്ഞിരുന്നെങ്കിൽ എന്നെ പറ്റിച്ചു എന്ന് പറഞ്ഞ് ശരിയാ. പിന്നെ നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് ഈ അമ്മയെന്നുള്ള വിളി വേണ്ടാന്ന്. നീ എന്റെ മകളാണെന്നുള്ള സത്യം റോഷൻ എങ്ങാനും അറിഞ്ഞാ എന്താ ഉണ്ടാവുമെന്ന് നിനക്കറിയാലോ. മനസ്സിലാവുന്നുണ്ടോ നിനക്ക്? സോറി അമ്മേ. ഇനി ഞാൻ എൻ്റെ അമ്മയെ
അമ്മേ അമ്മേ എന്ന് വിളിക്കില്ല കേട്ടോ അമ്മേ. കളിയാക്കുന്നു എന്നെ. നിന്നെ ഞാൻ എന്നെ അടിക്കല്ലേ അമ്മേ. ഡേ, നിക്കടി. നിക്കൂല. നിനക്കെന്റെ സീരിയസ്നെസ് മനസ്സിലാക്കിയിട്ടില്ല. മനസ്സിലാക്കി തരാൻ ഞാൻ. ഡേ. സ്വപ്നയിൽ നിന്നും ഇങ്ങനൊരു ചതി ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. ഇവളെയും കുഞ്ഞിനെ ഇറക്കിവിടാൻ ആ നിമിഷം തന്നെ ഞാൻ തീരുമാനിച്ചതാണ്. അതിനു മുൻപ് ഇവളെ എനിക്ക് സമ്മാനിച്ച ഫാദറിനോട് എനിക്ക് സംസാരിക്കണമെന്ന് തോന്നി. സ്വപ്നയുടെ മകളാണ് ചിന്നു എന്ന കാര്യം സത്യമാണ്. റോഷൻ എന്നെ കുറ്റപ്പെടുത്തരുത്. സ്വപ്നയെ നിന്റെ കൈകളിൽ ഏൽപ്പിക്കും മുമ്പ് സ്വപ്ന വിവാഹിതയായിരുന്നു, അവൾക്കൊരു മകനുണ്ടായിരുന്നു എന്ന കാര്യം എനിക്കറിയില്ലായിരുന്നു. എല്ലാവരും ചേർന്ന് എന്നെ ചതിക്കുകയായിരുന്നു. റോഷൻ, ഈ ഫാദറിനെ നിനക്കറിയില്ലേ മോനെ? ചില കാര്യങ്ങൾ മറ്റുള്ളവരുടെ നന്മയ്ക്കായി മറച്ചു പിടിക്കാറുണ്ട് ഫാദർ. പക്ഷേ കള്ളം പറയാറില്ല, ചതിക്കാറില്ല. ഫാദർ, എന്റെ മോനെ ഞാൻ ചതിക്കുവോ? കുറച്ചു കാലം എന്റെ കൈകളിൽ കിടന്ന് വളർന്നവനല്ലേ നീ? സ്വപ്നയെപ്പോൾ തന്നെയാണ് നീ എനിക്ക്. ചിന്നു അവളുടെ മകളാണെന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം സ്വപ്ന ഒരു ദിവസം എന്നെ കാണാൻ വന്നിരുന്നു. മുൻപ് നടന്നതൊക്കെ എന്നോട് പറഞ്ഞിരുന്നു, ചിന്നു വീട്ടിലെത്തുന്നത് വരെയുള്ള കാര്യങ്ങൾ. റോഷൻ എന്നെ കുറ്റപ്പെടുത്തരുത്. നീ വിഷമിക്കാത്ത റോഷൻ. കരുതിക്കൂട്ടി ആരും നിന്നെ ചതിച്ചിട്ടില്ല. ഒക്കെ സംഭവിച്ചു പോയതാണ്. ചെറിയ കുഞ്ഞായിരിക്കുമ്പോ ചിന്നുവിനെ കൊണ്ടുപോയതാണ് അവളുടെ അച്ഛൻ. പിന്നീട് ഒരു ബന്ധവുമില്ല. സ്വപ്നമൊക്കെ മറന്നു. നിന്നെ സ്നേഹിച്ചവൾ നിനക്കൊപ്പം നല്ലൊരു ജീവിതം സ്വപ്നം കണ്ടു. അതുകൊണ്ട് അവൾ പഴയ കഥകളൊന്നും പറഞ്ഞില്ല. നിന്നോടുള്ള സ്നേഹമായിരുന്നു അതിലും വലുത്. നിന്നെ നഷ്ടപ്പെടുമല്ലോ എന്നുള്ള ഭയമായിരുന്നു അവൾക്ക്. വളരെ യാദൃശ്ചികമായാണ് രാഹുലും കീർത്തിയും ചിന്നുവിനടുത്തെത്തുന്നത്. പിന്നീട് നിന്റെ വിവാഹ നാളിൽ ചിന്നുവിനെ സ്വപ്നയെ ഏൽപ്പിക്കുവാനായി ഡോക്ടറും ആയയും വന്നു. അവിടെ കീർത്തിയും രാഹുലും ചെയ്തതാണ് ശരി. നിന്റെ നല്ല ജീവിതത്തിനായി അവരെന്തൊക്കെ സഹിച്ചു. എല്ലാവരും എല്ലാം എന്നിൽ നിന്നും മറച്ചുവെച്ചു, എന്നെ വിഡ്ഢിയാക്കി. എന്തിനായിരുന്നു അത്? അതിനൊരൊറ്റ ഉത്തരമേ ഉള്ളൂ. എല്ലാവരും നിന്നെ അത്രമാത്രം സ്നേഹിക്കുന്നു. സ്വപ്നയടക്കം ആരും നിന്നെ ചതിച്ചിട്ടില്ല റോഷൻ. നിന്നെ നഷ്ടപ്പെടുമോ എന്നുള്ള ഭയത്തിൽ സ്വപ്ന സത്യം പറഞ്ഞില്ല. നിന്റെ ജീവിതം നഷ്ടപ്പെടുമോ എന്നുള്ള ഭയത്തിൽ രാഹുലും കീർത്തിയും സത്യം മറച്ചുവെച്ചു. ഒരു കണക്കിന് എല്ലാം നിനക്ക് വേണ്ടിയായിരുന്നു. നീയും സ്വപ്നയും രണ്ടാം കെട്ടുകാരാണ്. അവൾക്കൊരു കുഞ്ഞുണ്ട്. ആ കുഞ്ഞ് നിന്റെ ജീവിതത്തിലേക്ക് വന്നിട്ടും സ്വപ്നയ്ക്ക് നിന്നോടുള്ള സ്നേഹത്തിൽ ഒരു കുറവുമില്ല. അത് നീ മനസ്സിലാക്കണം. ഈയൊരു പ്രശ്നത്തിന്റെ പേരിൽ നിങ്ങളുടെ കുടുംബജീവിതം തകരരുത്. നീ സ്വപ്നയെ ഒഴിവാക്കരുത്. നിങ്ങൾ തമ്മിൽ പിരിയരുത്. അങ്ങനെ സംഭവിച്ചാൽ സ്വപ്ന പിന്നെ ജീവിച്ചിരിക്കുവോ എന്ന് പോലും സംശയമുണ്ട്. എല്ലാം സഹിക്കാനും പൊറുക്കാനും നീ പഠിക്കണം.
അതാണ് നന്മ. സ്വപ്നയോടും രാഹുലിനോടും കീർത്തിയോടും ഒക്കെ നീ ക്ഷമിക്കണം. എടുത്തു ചാടി ഒരു തീരുമാനമെടുക്കരുത്. ഇപ്പോൾ നിന്റെ ജീവിതം കൈവിട്ടു പോയിട്ടില്ല. നീയായിട്ട് കൈവിടരുത്. ഫാദർ പറയുന്ന കാര്യങ്ങൾ മോൻ ഉൾക്കൊള്ളുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും അവരോര് ചെയ്യുന്ന തെറ്റിന് ഓരോ ന്യായീകരണങ്ങളുണ്ട് ഫാദർ. പക്ഷേ അവര് ചെയ്ത തെറ്റ് കാരണം മുറിവേറ്റവര് ആ ന്യായീകരണം അംഗീകരിക്കണമെന്നില്ല. നല്ല നീറ്റിലുണ്ട് എനിക്ക്, നല്ലവണ്ണം. റോഷൻ വീണ്ടും തോറ്റു. എല്ലാരും തോപ്പിച്ചു എന്നെ. മോനെ, അങ്ങനെയൊന്നും ചിന്തിക്കാതെ ഇതിന്റെ പേരിൽ നീ ജീവിതം തുലയ്ക്കരുത്. ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് സ്വപ്നയും നീയും പിരിയില്ല എന്ന് എനിക്ക് വാക്ക് തരണം. അങ്ങനെ ഒരു ഉറപ്പ് ഫാദറിന് തരാനുള്ള മാനസികാവസ്ഥയിലല്ല ഉള്ളേ എന്നറിയില്ലേ? എനിക്ക് ആലോചിക്കണം ഫാദർ. ചില ഉറച്ച തീരുമാനങ്ങൾ എടുത്തേ പറ്റൂ. കാരണം ഇത് റോഷനെ തോപ്പിച്ച കളിയാ. അനുപം ഇപ്പോഴെന്തു പറയുന്നു? ഒരിക്കൽ തോറ്റുപോയതാ നീ. വീണ്ടും നിനക്ക് ചതി പറ്റിയല്ലോടെ മോനെ. ആരുടെ ശാപം ഇത്? ഏട്ടാ, നന്നായിട്ടുണ്ട്. ഇതുവരെയുള്ള നിങ്ങളുടെ ആക്ടിങ് നന്നായിരിക്കുന്നു. എന്തുണ്ടെങ്കിലും എന്നോട് തുറന്നു പറയുന്നവനാ നീ. ഇവിടെ നീ മൗനം പാലിച്ചു, എന്നെ വെറുതെ വിഡ്ഢിയാക്കി. നിങ്ങൾക്ക് ഈ സത്യം നേരത്തെ പറയാമായിരുന്നില്ലേ? എന്തിനാ എന്നോട് ഇങ്ങനെ ചെയ്തേ? നിങ്ങൾക്കിതറിയാമായിരുന്നിട്ടോ ഇന്നേ വരെ എന്തുകൊണ്ട് ഇത് പറഞ്ഞില്ല? ഒരു കണക്കിന് ഇവളുടെ ചതിക്ക് കൂട്ടു നിൽക്കുകയായിരുന്നില്ലേ രണ്ടുപേരും? നിങ്ങൾ രണ്ടുപേരും ചിന്നുവിനെ എന്നിലേക്ക് എത്തിച്ച വഴി എനിക്കിഷ്ടമായി. ഒക്കെ ഇങ്ങനെ ഓർക്കുമ്പോ എന്നെപ്പോലൊരു മണ്ടൻ ഈ ലോകത്തില്ലാന്ന് തോന്നും. എല്ലാവരും കൊള്ളാം. രാഹുലും കീർത്തിയും സ്വപ്നയും ചിന്നുമോളും ഒക്കെ കൊള്ളാം. എത്ര ഭംഗിയായിട്ടാ എന്നെ മണ്ടനാക്കിയത്. എങ്ങനെ തോന്നി നിങ്ങൾക്കൊക്കെ? സ്വപ്ന, നമ്മൾ പരസ്പരം കണ്ട് ഇഷ്ടപ്പെട്ടാണ് വിവാഹം കഴിച്ചത്. വിവാഹം തീരുമാനിക്കുന്നതിന് മുൻപ് നീ ഇതെന്നോട് പറയണമായിരുന്നു. നീ ഒരു കുഞ്ഞിന്റെ അമ്മയായിരുന്നു എന്നുള്ള സത്യം. പക്ഷെ നീ പറഞ്ഞില്ല. നീ എന്നെ ചതിച്ചു. എന്നിട്ട് ഫാദർ അവളെ ന്യായീകരിക്കുന്നത് കണ്ടില്ലേ? കൊള്ളാം. ഒന്നും അറിഞ്ഞുകൊണ്ട് സംഭവിച്ചല്ലാന്ന്. അറിയാതെയാണോ കുഞ്ഞു പിറക്കുന്നത്? ഈ നിമിഷം വരെ അവള് സത്യം മൂടി വെക്കാൻ ശ്രമിക്കായിരുന്നില്ലേ? അത് രാഹുലിന്റെയും കീർത്തിയുടെയും പേരിലിടാനും നോക്കി. ഒക്കെ റോഷൻ നേരിട്ട് മനസ്സിലാക്കിയെന്ന് അറിഞ്ഞപ്പോ കള്ളിയുടെ നാക്കറിങ്ങിപ്പോയത് കണ്ടില്ലേ? ഇവക്കൊരു ജീവിതം വേണമെന്നുള്ള ആഗ്രഹം കാണും, വേറെ ലക്ഷ്യം കാണും. അതിനാണ് ഈ ചതി നടത്തിയത്. ഒക്കെ മറച്ചു വെച്ചു.
നിങ്ങൾ എന്തിനത് മറച്ചു വെച്ചു? എന്തിനതിന് കൂട്ടുനിന്നു? ഇവള് ചെയ്തതിനേക്കാൾ എന്നെ വേദനിപ്പിക്കുന്നത് നിങ്ങൾ രണ്ടുപേരും ഒളിച്ചു കളിയാ. ഞങ്ങൾ ഒളിച്ചു കളിച്ചിട്ടുണ്ടെങ്കിൽ അത് ഏട്ടന് വേണ്ടിയാ. ഇതിൽ ആർക്ക് എന്ത് ലാഭം ഉണ്ടായത്? നഷ്ടമേ ഉണ്ടായിട്ടുള്ളൂ. ഞങ്ങൾ അനുഭവിച്ച വിഷമം നിങ്ങൾക്ക് ആർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല. നിങ്ങൾ ചെയ്ത ഒരു ത്യാഗമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഒടുക്ക ഇങ്ങനെയൊക്കെയുള്ള കുറ്റപ്പെടുത്തലുകൾ ഉണ്ടാവുമെന്ന് ഞങ്ങൾക്കറിയായിരുന്നു. ഞങ്ങൾ ഒറ്റപ്പെടുമെന്ന് അറിയായിരുന്നു. ഒരു വിവാഹബന്ധം പരാജയപ്പെട്ടതിന് ശേഷം റോഷൻ സാർ സ്വപ്നയെ വിവാഹം കഴിക്കുന്നത്. പലപ്പോഴും റോഷൻ സാർ സ്വപ്നയോട് പറയുന്നത് കേട്ടിട്ടുണ്ട്, ഇനിയൊരു ചതി പറ്റിയാ ഞാൻ പിന്നെ ജീവിച്ചിരിക്കില്ലെന്ന്. സ്വപ്ന ചതിച്ചെന്നറിഞ്ഞ് സ്വപ്നയെ ജീവിതത്തിൽ നിന്ന് ഉപേക്ഷിക്കേണ്ടി വന്ന ഏട്ടന്റെ മനോനില തെറ്റുമെന്ന് ഞങ്ങൾ ഭയന്നു. ഏട്ടൻ ആത്മഹത്യ ചെയ്യുമെന്ന് ഞങ്ങൾ ഭയന്നു. ചിന്നു സ്വപ്നയുടെ മകളാണെന്നുള്ള സത്യം ഏട്ടനോട് പറയാതിരുന്നതിന്റെ കാരണം അതാണ്. വിവാഹം കഴിഞ്ഞ രാത്രിയോ ചിന്നുവിനെ ഡോക്ടർ ആയി ഞങ്ങളെ ഏൽപ്പിക്കുന്നത്. ചിന്നുവിന്റെ അമ്മ ഇവിടെയുണ്ട്. ഞങ്ങൾക്കത് പറയാൻ കഴിയില്ലായിരുന്നു. ചിന്നുവിനെ ഞങ്ങൾക്ക് ഉപേക്ഷിക്കാനും കഴിഞ്ഞില്ല. എന്നെങ്കിലും സത്യം പറഞ്ഞ് ചിന്നുവിനെ അമ്മ ഏൽപ്പിക്കാന്ന് കരുതിയ അവളെ ഞങ്ങൾ ഞങ്ങളുടെ ഒപ്പം താമസിപ്പിച്ചത്. അന്ന് ഞാൻ ഏട്ടനോട് സത്യം പറഞ്ഞിരുന്നെങ്കിൽ എന്താവുമായിരുന്നു? ഏട്ടൻ സ്വപ്നം ഉപേക്ഷിക്കില്ലേ? വീണ്ടും ഒരു ദുരന്തം താങ്ങാനുള്ള ശേഷി ഏട്ടനുണ്ടാവുമായിരുന്നു. വിവാഹം കഴിഞ്ഞ അന്ന് രാത്രി മുതൽ ഞങ്ങൾ ചിന്നുവിനെ ചേർത്ത് പിടിക്കുന്നുണ്ട്. ഞങ്ങളുടേതായ എല്ലാ സന്തോഷങ്ങളും ഞങ്ങൾക്ക് മാറ്റിവെക്കേണ്ടി വന്നിട്ടുണ്ട്. ഒക്കെ റോഷൻ സാറിന് വേണ്ടി മാത്രമായിരുന്നു. ഇവിടെയുള്ള ഒരു സത്യം അറിയാതിരിക്കാൻ ചിന്നുവിന്റെ അമ്മ കീർത്തിയാണെന്ന് വരെ പറയേണ്ടി വന്നു. അതിന്റെ പേരിൽ ഇവിടെയുള്ളവര് കീർത്തിയോട് എങ്ങനെ പെരുമാറിയെന്ന് മറന്നു കാണില്ലല്ലോ. എല്ലാ കല്ലേറുകളും ഏറ്റുവാങ്ങിയത് ഈ ഏട്ടന് വേണ്ടി മാത്രം. ഏട്ടന്റെ ജീവിതം തകരരുതെന്ന് കരുതി. ചിന്നുവിനെ നിങ്ങളിൽ എത്തിക്കാൻ ശ്രമിച്ചത് ചിന്നു അവളുടെ അമ്മയോടൊപ്പം കഴിയട്ടെ എന്ന് കരുതിയ. ചിന്നുവിന്റെ ആഗ്രഹം അതായിരുന്നല്ലോ. ഏട്ടൻ പറഞ്ഞില്ലേ ചിന്നുവിനെ നിങ്ങളിലെത്തിക്കാനുള്ള വഴികളൊക്കെ ഇഷ്ടമായിരുന്നു. ചിന്നുവിനെ ഞാൻ വളർത്തിക്കോളാന്ന് ഏട്ടൻ ആദ്യം പറഞ്ഞു. ഞങ്ങളല്ല പറഞ്ഞു. കുട്ടികൾ ഉണ്ടാവില്ല എന്നറിഞ്ഞപ്പോഴായിരുന്നു അത്. പിന്നെ ഞങ്ങളെ സ്വതന്ത്രമായി ജീവിക്കട്ടെ, ഞങ്ങളുടെ കരിയറിന് കുട്ടി ഒരു ബാധ്യതയാവരുതെന്ന് റോഷൻ സാർ കരുതി. ചിന്നു അവളുടെ അമ്മയ്ക്കൊപ്പം കഴിയുന്നു എന്നുള്ള സന്തോഷത്തിലായിരുന്നു അപ്പ ഞങ്ങള്. നിങ്ങൾ പറഞ്ഞതൊക്കെ ശരിയാ. റോഷന്റെ നല്ല ജീവിതത്തിന് വേണ്ടി നിങ്ങൾ അതൊക്കെ ചെയ്തു. പക്ഷേ റോഷൻ ജീവിക്കുന്നത് അവനെ ചതിച്ച ഒരു പെണ്ണിന്റെ കൂടെയാണെന്ന് നിങ്ങൾ മറന്നു. സത്യം പറഞ്ഞിരുന്നെങ്കിൽ ഇവളെ അന്നേ ഒഴിവാക്കാമായിരുന്നില്ലേ? ഇല്ലേന്ന്. അന്നൊക്കെ സ്വപ്ന റോഷൻ സാറിനെ ആത്മാർത്ഥമായി സ്നേഹിച്ചിരുന്നു എന്ന് ഞങ്ങൾ വിശ്വസിച്ചു. റോഷൻ സാറിന് തിരിച്ചു അങ്ങനെ തന്നെ. ചിന്നു എന്റെ മോളാണെന്നുള്ള സത്യം ഞാൻ അറിയുന്നത് വൈകിയാ. നിന്റെ ഒരു ന്യായീകരണം എനിക്ക് കേൾക്കണമെന്നില്ല. എല്ലാം ഒപ്പിച്ചു വെച്ചിട്ട് നിക്കണ കണ്ടില്ലേ അവള്? ഫാദർ ഒക്കെ പറഞ്ഞതല്ലേ സ്വപ്നയുടെ നിസ്സഹായാവസ്ഥ. എന്നിട്ടും അച്ഛൻ എന്താ മനസ്സിലാക്കാത്തെ? എന്ത് നിസ്സഹായാവസ്ഥ? ഇവൾക്ക് വേണ്ടി ഫാദർ അങ്ങനെയല്ലാതെ സംസാരിക്കോ?
അനുപമേ മതി. ഇവളിനി നിന്റെ ജീവിതത്തിൽ വേണോ എന്ന് ആലോചിക്കണം റോഷൻ. അമ്മ തെറ്റുപറ്റിപ്പോയി, എന്നോട് ക്ഷമിക്കണം. റോഷൻ എന്നെ ഒഴിവാക്കരുത്. ഇങ്ങനെ യാചിക്കാൻ നിനക്ക് നാണമില്ലേ സ്വപ്ന? റോഷൻ ഞാൻ കാല് പിടിക്കും. നോ, വേണ്ട. റോഷനങ്ങളെ, എന്നെ അമ്മയും പറഞ്ഞു വിടല്ലേ റോഷനങ്ങളെ. പ്ലീസ് റോഷനങ്ങളെ. റോഷൻ ഞങ്ങളെ പറഞ്ഞു വിടരുത്, എന്നോട് ക്ഷമിക്കും റോഷൻ. ഞാനൊരു ഭർത്താവാണ്, ഭാര്യയെ ജീവന് തുല്യം സ്നേഹിച്ച ഒരു ഭർത്താവ്. സ്വന്തം ഭാര്യ മറ്റൊരു വിവാഹം കഴിച്ചിരുന്നെന്നും അതിൽ അവൾക്കൊരു കുഞ്ഞുണ്ടെന്നും അറിയുമ്പോ ഏതൊരു ഭർത്താവും എന്താ ചെയ്യുക? ചവിട്ടി പുറത്താക്ക അവളെ, ഡിവോഴ്സും ചെയ്യും. റോഷ, ഇനി നിന്റെ ജീവിതത്തിലൂടെ വേണ്ട. അകത്തേക്കല്ല പുറത്തേക്കാ നീ പോകേണ്ടത്. അവള് പോകും പുറത്തേക്ക് തന്നെ. എടുക്കാനുള്ളതൊക്കെ അവൾ എടുക്കട്ടെ. ചെല്ലേ. ഇവിടെ ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട്. നശിപ്പിച്ചില്ലേ നീ? എല്ലാം നശിപ്പിച്ചില്ലേ? നീയല്ലേ റോഷനെ ഒക്കെ അറിയിച്ചത്? നിന്നോട് ഞാൻ പല തവണ പറഞ്ഞിട്ടുണ്ട് എന്നെ അമ്മയെ കൊമ്മേന്നൊന്നും വിളിക്കരുത്, ആരെങ്കിലും കേട്ട പ്രശ്നമാകുമെന്ന്. സോറി അമ്മ. സോറി? ഒരൊറ്റ അടി തരാ വേണ്ടത്. പിന്നെ ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നേരെ പറഞ്ഞാ മതി. എന്റെ ജീവിതം തളിക്കാനായിട്ട് കേറി വന്നതാ. എത്ര സ്വസ്ഥമായിട്ട് കഴിഞ്ഞവളാ ഞാൻ. നീ വന്ന് കേറിയപ്പോ തൊട്ട് സ്വസ്ഥത പോയി. വല്ല അനാഥാലയത്തിലും കൊണ്ടിട്ടാ പോരായിരുന്നു അവർക്ക് നിന്നെ. അമ്മ അങ്ങനെയൊന്നും പറയല്ലേ അമ്മ, എന്നെ വഴക്ക് പറയല്ലേ. ഇല്ലടി, നിന്നെ വഴക്ക് പറയുന്നില്ല. നിന്നെ ഞാൻ തലയിൽ വെച്ച് നടക്കാം. എന്താടി നോക്കി നിൽക്കുന്നേ? മാറങ്ങോട്ട്. നിന്റെ പുസ്തകവും ഡ്രസ്സും ഒക്കെ എടുത്തു വെച്ചോ. ഇവിടുന്ന് ഇപ്പൊ ഇറങ്ങേണ്ടി വരും. എടുത്തു വെക്കണേ അങ്ങോട്ട്. ഇനി എന്റെ റോഷന്റെ ജീവിതത്തിൽ ഞാൻ ഉണ്ടാവില്ല. അയാള് ചതിച്ച് എന്നെ കഴുത്തിന് പിടിച്ച് പുറത്താക്കും അയാള്. ഒപ്പം അയാള് നിന്നെ ഇറക്കി വിടും. ചവിട്ടി ഇറക്കും മുമ്പേ എല്ലാരും കല്ലെറിയും മുമ്പേ ഇറങ്ങിയേക്കാം. എന്റെ എല്ലാ സ്വപ്നങ്ങളും നീ ഒറ്റ കാരണോ തകർന്നത്.